എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Tower moment, 5 of crystals, traveler, shadow energy, 3 of acorns and high priestess energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടവർ മൂമെൻറ്റ് ആൻഡ് അതുപോലെ 3 ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഫൗണ്ടേഷൻ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. പിന്നെ നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കുക, ധൃതി പിടിച്ചൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന സമയം നിങ്ങൾ കൊടുക്കുക. നാച്ചുറലി ടൈം എടുക്കുന്ന കാര്യങ്ങൾക്ക് അത് ടൈം എടുത്ത് തന്നെ ചെയ്യണം. ധൃതി പിടിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് എത്തില്ല. അപ്പോൾ വേണ്ടുന്ന ടൈം നിങ്ങളതിന് കൊടുക്കുക. ടൈം എടുത്ത് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവവും രീതിയും കാണുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ടെൻഷൻ അടിക്കുന്ന ഒരു രീതി നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കുക. വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം, അതായത് വേണ്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ചിന്തിച്ച് ആലോചിച്ച് സമയം ചിലവാക്കുക. ഓവർ തിങ്കിങ്ങിന് സമയം ചിലവാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ഓഫ് ഏക്കോൺസ് എനർജി, അതായത് ജിറാഫാണ്. അപ്പോൾ ഈ ഒരു എനർജി തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത് കാലേക്കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേക കഴിവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ നേരത്തെ കാലേക്കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി യു ക്യാരി യുവർ വിഷൻ ഫോർവേഡ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വതയോട് കൂടിയിട്ട് പെരുമാറുന്ന കുട്ടികൾ, അതായത് 18 വയസ്സിൽ താഴെയുള്ളവർ വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. എല്ലാം വളരെ വളരെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ അച്ഛനമ്മമാരാണെങ്കിൽ മക്കളെ കൊണ്ട് ഒത്തിരി അഭിമാനം തോന്നുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം, ന്യൂ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റുന്നൊരു സമയം തന്നെയാണ്. യു ക്യാൻ പ്രൊസീഡ് ഫർദർ, മുന്നോട്ടേക്ക് പോവുക. അധികം ഡിലേ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മൂവിങ് ഫോർവേഡ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാനുള്ളൊരു അവസരമാണ്. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവാം. എന്ത് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലും എടുത്തു ചാടാതെ ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരിക്കും, നല്ലതുമായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ഇത് എല്ലാം നല്ലതാവില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ 2 കാര്യങ്ങളുണ്ട്, അത് രണ്ടും നല്ലതായിരിക്കും. പക്ഷെ അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് പ്രാധാന്യം. നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, നമുക്ക് വേണ്ടത് ഏതാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ 5 ഓഫ് ക്രിസ്റ്റൽസ് ഇൻ ഷാഡോ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ, അതായത് ഫസ്റ്റ് ഷാഡോ എനർജി പറയുകയാണെങ്കിൽ ജാക്കോൾ എനർജിയാണ്. വളരെ ക്ലെവറാണ്, തീർച്ചയായിട്ടും നമ്മൾ പറയുമല്ലോ, ക്ലെവർ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സിറ്റുവേഷൻസ് ഉണ്ടാകാം. അത് പറയുമ്പോൾ തന്നെ പറയട്ടെ, ചില ആളുകൾ നിങ്ങളെ വഴി തിരിച്ചു വിടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കാനൊക്കെ ശ്രമിക്കാം. പ്രത്യേകിച്ച് നിങ്ങളൊരു ഗവൺമെൻറ് ജോലി, പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതിൽ നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ
കൈക്കൂലി വാങ്ങിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഇല്ലീഗലായിട്ട് ശരിക്കും വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല, ചെറുതാണെങ്കിൽ പോലും ഒരു പേരുദോഷമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചു കാര്യമല്ലേ വിട്ടുകളഞ്ഞേക്കെ, ഇതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു ഒന്നും വിട്ടുകളയാതിരിക്കുക. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഷാഡോ സെൽഫാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരങ്ങൾ, നിങ്ങളുടെ ട്രൂ സെൽഫും നെഗറ്റീവും പോസിറ്റീവും ചേർന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. 5 ഓഫ് ക്രിസ്റ്റൽസ് എനർജി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, പ്രത്യേകിച്ച് ലേഡി ബഗ് എനർജി എന്ന് വെച്ചാൽ പോസിബിലിറ്റീസാണ്, അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ലക്കാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടുന്ന അവസരങ്ങൾ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഇത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ ഒരു നല്ല സമയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് സാധ്യതകളുണ്ട് മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ആ സിറ്റുവേഷനിൽ വേറെ ആളുകൾ എന്താ പറയുക ഒടങ്കോലിടാനൊക്കെ വരിക എന്ന് പറയുന്ന പോലെ വരാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ. ആരെയും അതിനനുവദിക്കാതിരിക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജോലിയിൽ തൽപരരായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ജോലിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിയറിൽ ശ്രദ്ധിച്ചാൽ ഒത്തിരി ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിലും സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നല്ല സാധ്യതകൾ കൊണ്ടുവരുന്ന, ഇപ്പോൾ ജോലിയാണെങ്കിലും അതല്ലാതെ ഇപ്പോൾ ജോലിക്ക് പുറമേ ഉള്ള രീതി, അതായത് ജോലിയല്ലാതെ എന്തെങ്കിലും സൈഡായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രീതിയിൽ താൽക്കാലികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതിൽ നിന്നൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി. നെക്സ്റ്റ് 5 ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്, അപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് തീർച്ചയായിട്ടും. എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ മറ്റാളുകൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എനർജി പോലെ മറ്റു വഴികളിലൂടെയൊക്കെ ആളുകൾ ചിന്തിക്കുക, അതൊക്കെ ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ നോ പറയാം. നേരത്തെ പറഞ്ഞ ഇപ്പോൾ കൈക്കൂലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ്. അതല്ലാതെ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ എന്നുള്ള സിറ്റുവേഷൻ ആവാം. അങ്ങനെയുള്ള രഹസ്യങ്ങൾ, അത് നേരത്തെ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവും. അവർ മറ്റുള്ളവർ ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ള സിറ്റുവേഷനാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ കൂടിയായിരിക്കും. അപ്പോൾ ലൈഫിൽ മൊത്തത്തിലൊരു എന്താ പറയുക, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ബന്ധങ്ങളിലായിക്കോട്ടെ, മറ്റ് തലത്തിലും അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു ബാലൻസ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ട്രാവലൽ എനർജി ആൻഡ് 3rd ഓഫ് ഏക്കോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ആക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ഗസേൽ എനർജിയാണ്. അപ്പോൾ അത് കുതിച്ചു പായുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ജീവിതം ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ ബാലൻസ് വളരെ അനിവാര്യമാണ്. അപ്പോൾ കരിയറിൽ ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, അവസരങ്ങൾ തേടി വരുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങളൊക്കെ വരുമ്പോൾ അതിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ കരിയറിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് സൈഡ്, അതായത് പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഇതൊക്കെ അതിനൊന്നും അധികം സമയം കൊടുക്കുന്നുണ്ടാവില്ല. കാരണം ഒന്ന് ചിലപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ തൃപ്തി, അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും. തീർച്ചയായിട്ടും അതിന് ടൈം കൊടുക്കുക, വർക്ക് ചെയ്യുക. പക്ഷേ ഫാമിലിക്കും ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയോടൊപ്പം, ഫ്രണ്ട്സിൻ്റെയോടൊപ്പം. അപ്പോൾ അതുകൂടി, അതോടൊപ്പം നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് അവഗണിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒരു ലൈഫിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഫെയ്ത്ത്, അതായത് നിങ്ങളുടെ വിശ്വാസം ആത്മീയമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ജനറലി നിങ്ങളെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ആയാലും അതൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, അതേപോലെ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് തത്വചിന്ത അല്ലെങ്കിൽ ആത്മീയത ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയമാണ്.
പൊതുവേ കാം ആൻഡ് ക്വയറ്റ് അല്ലെങ്കിൽ ഒരു ശാന്തതയും സ്വസ്ഥതയും ഒന്നും ശാശ്വതമല്ല എന്നുള്ള ചിന്ത അങ്ങനെയൊക്കെയുള്ളൊരു ലെവലിലേക്ക് ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.